ചേനയും കായിട്ട് തൈര് ഒഴിച്ച് കറി പുളിങ്കറി വെക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതിലേക്ക് ചേന ഇട്ടുണ്ട്, കായ ഇട്ടുണ്ട്. 2-3 കായ ചെറുതും പിന്നെ ഒരു ചെറിയ കഷ്ണം ചേനയും, ഉപ്പിട്ടിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില അതെല്ലാം ഇട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ ഇടാൻ പോകുന്നത് ചുമന്നുള്ളി ഒരു 5-6 വെളുത്തുള്ളിയാണ്. ചുമന്നുള്ളി വെളുത്തുള്ളി ഇട്ടുണ്ട്. പിന്നെ പൊടികളെന്ന് പറയാനായിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞപ്പൊടിയാണ്. അപ്പം നിങ്ങളുടെ കായയുടെയും ചേനയുടെയും എമൗണ്ടിനനുസരിച്ച് നിങ്ങൾ ഇട്ടോ, നിങ്ങളുടെ ഇതിനനുസരിച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതിട്ടിട്ട് നമ്മൾ 2 പാൽ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. രണ്ടാം പാൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇത് വേവിച്ച് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. ഇപ്പൊ കായും ചേനയൊക്കെ 2-ാം പാലിൽ വിടുന്ന നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തമ്പാലൊഴിക്കാം. അതേപോലെ തന്നെ തൈരും ഒഴിക്കാം. അതൊന്ന് ചൂടായ മതി, വേവിക്കല്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകാണെന്ന് നോക്കാം. ഉപ്പൊക്കെ ഇടാം. പിന്നെ ഇതിലേക്ക് ഒരു കാച്ചൽ ശരിയാക്കണം. അപ്പൊ ഇതിൽ ഉപ്പ് പാകാണ്. അപ്പൊ നമുക്ക് തീയൊക്കെ ഞാൻ നേരത്തെ ഓഫ് ചെയ്തു. ഇതിന്റെ ചൂട് അങ്ങനെ തിളയ്ക്കാൻ പാടില്ല. അപ്പൊ അത് ഓഫ് ചെയ്തു. കാച്ചൽ ശരിയാക്കാം. അപ്പൊ നമുക്ക് കടുകണം. അത് പൊട്ടുന്നതോടുകൂടി 2 ജീരകം ഇടാം. അപ്പൊ അത് അതിലൊക്കെ 2 വറ്റൽമുളക് ഇട്ടുണ്ട്, കപ്പലി ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഉലുവ പൊട്ടിച്ചാലും മതിയായിരുന്നു, പക്ഷെ എനിക്ക് പൊടിച്ചതുള്ള കാരണം ഞാനതിട്ടു. ഇതൊക്കെ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പൊ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ 2 മല്ലിപ്പൊടി, മല്ലിയിലല്ല, മല്ലിയിലിടാം. എന്നിട്ട് തൈര് ഒഴിച്ചിട്ടുള്ള ചേനയും കായും കൂടി വെച്ച പുളിശ്ശേരി. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും തോരന അല്ലെങ്കിൽ പപ്പട, മുട്ടയോ ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മീൻ വറുത്ത ഒക്കെ ആയിട്ട് ഇത് നല്ല ടേസ്റ്റിയായ കറിയാ. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നാളെ വേറൊരു കറിയായിട്ട് നമുക്ക് കാണാം. ബൈ, സീ യു.